കൂടരഞ്ഞി പൂവാറന്തോട് പുതുതായി നിർമ്മിക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ പ്രവൃത്തി തടഞ്ഞ് നാട്ടുകാരുടെ പ്രതിഷേധം. പ്രവൃത്തിക്കായി കരാർ കമ്പനികൾ വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ കേടുപാട് സംഭവിച്ച് വാസയോഗ്യമല്ലാതായ വീടുകൾ വാസയോഗ്യമാക്കി നൽകുക, ഗതാഗത യോഗ്യമല്ലാതായ റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സമരത്തിന് പിന്തുണയുമായി ജനപ്രതിനിധികളും സ്ഥലത്തെത്തി. കരാർ കമ്പനി അന്യായമായി കൈവശം വെച്ച് ഉപയോഗശൂന്യമാക്കിയ പഞ്ചായത്ത് റോഡ് ഗതാഗതമാക്കുക. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് പുതുതായി നിർമ്മിക്കുന്ന ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനികളായ ആര്യക്കോൺ, PCG എന്നിവർ വൻതോതിൽ പാറ പൊട്ടിച്ചതോടെ കേടുപാട് സംഭവിച്ച് വാസയോഗ്യമല്ലാതായ വീടുകൾ വാസയോഗ്യമാക്കി നൽകുക, പദ്ധതി പ്രവർത്തനത്തിനുപയോഗിച്ച് ഗതാഗത യോഗ്യമല്ലാതായ റോഡ് ഗതാഗത യോഗ്യമാക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പൂവാറന്തോട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. പ്രവൃത്തി തടഞ്ഞുള്ള സമരമാണ് തുടങ്ങിയത്. 2.5 വർഷം മുമ്പ് പ്രവൃത്തി ആരംഭിക്കുകയും പാറ പൊട്ടിക്കുകയും ചെയ്തതോടെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ KSEB അധികൃതരെയും കരാർ കമ്പനിയെയും വിവരമറിയിക്കുകയും എന്നാൽ KSEB അധികൃതരും കരാർ കമ്പനികളും പാറ പൊട്ടിച്ച് തീരുന്ന മുറയ്ക്ക് വീടുകളുടെ കേടുപാടുകൾ പരിഹരിച്ച് വാസയോഗ്യമാക്കി തരുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ 6 മാസം പിന്നിട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ലാത്തതിനാൽ സ്ഥലം MLA ലിൻഡോ ജോസഫിനെ സമീപിക്കുകയും 2 തവണ MLA നാട്ടുകാരുടെയും KSEB ഉദ്യോഗസ്ഥരുടെയും കരാർ കമ്പനികളുടെയും സമരസമിതിയുടെയും യോഗം വിളിക്കുകയും ചെറിയ കേടുപാടുകളുള്ള വീടുകൾ പെട്ടെന്ന് ശരിയാക്കാനും വലിയ കേടുപാടുകളുള്ള വീടുകളുടെ പ്രവൃത്തി ജനുവരി 5-ന് പ്രവൃത്തി ആരംഭിക്കുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും പ്രവൃത്തി ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രവൃത്തി തടയൽ സമരം ആരംഭിച്ചത്. കരാർ കമ്പനി നിലവിലെ പാറ പൊട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടുകൾക്കൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് KSEBയിലെ ഉദ്യോഗസ്ഥന്മാരും കമ്പനി അധികൃതരും എല്ലാവരും കൂടെ വന്നിട്ട് നിലവിൽ കണ്ട് ബോധ്യപ്പെട്ട് ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുപ്രകാരം നമുക്ക് നിലവിലെ MLAൻ്റെ സാന്നിധ്യത്തിൽ 2 ചർച്ച നടത്തി ഇന്ന ദിവസം, അതായത് 5-ാം തീയതി, ജനുവരി 5-ാം തീയതി ലാസ്റ്റായിട്ട് വർക്ക് തുടങ്ങാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് തുടങ്ങാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് പോയത്. 25 വീടുകൾക്കും ഒരു കന്യാസ്ത്രീ മഠത്തിനും പൂവാറന്തോട് ഗവൺമെൻറ് LP സ്കൂളിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ പണിക്ക് വേണ്ടി കല്ല് പൊട്ടിച്ച സമയം മുതൽ ഇവിടെയുള്ള 25ഓളം വീടുകൾ, സ്കൂള്, മഠം അടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിത് ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പറയുകയും കമ്പനിയായിട്ട് ചർച്ച നടത്തുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമ്മളോട് ഇത് പരിഹരിച്ച് തരാം എന്നാണ് പറഞ്ഞത്. ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഇവരുടെ പണി ഏകദേശം പൂർത്തീകരിക്കാറായി. ഇതുവരെയായിട്ടും നമുക്കൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇവർ പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമരത്തിന് പിന്തുണയുമായി കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിമ്മി ജോസ് പൈമ്പിള്ളിയും സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശത്ത് നിന്നും പൊട്ടിച്ചു കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപയുടെ ഒരംശം മതി പ്രശ്നപരിഹാരത്തിനെന്ന് പ്രതിഷേധ സമരത്തിൽ സംസാരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു പറഞ്ഞു. പറഞ്ഞ വാക്ക് പാലിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു സമരവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഈ സമരത്തിന് ആദ്യം തന്നെ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പാറ ഖനനം ചെയ്ത് ഒത്തിരി കോടികളുടെ രൂപ ആണ് ഈ പാറ ഖനനം ചെയ്തുകൊണ്ട് ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയത്. അതിൻ്റെ ഒരംശം പോലും വേണ്ട ഇവിടുത്തെ ജനങ്ങളുടെ വീടുകളുടെ നാശനഷ്ടങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്. അതുപോലും ഈ കമ്പനിക്കാർ നമുക്ക് തരാത്തത് കൊണ്ട് ഈ സമരം കമ്പനിക്കാർ എന്നാണോ നമുക്ക് അതിൻ്റെ നഷ്ടപരിഹാരങ്ങൾ തരുന്ന അന്ന് വരെയും ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി കക്കാടംപൊയിൽ, പഞ്ചായത്ത് അംഗങ്ങളായ MK സജയ്, റോയ് ആക്കേൽ എന്നിവരും പിന്തുണയുമായി എത്തിയിരുന്നു. ആരുമില്ല ചോദിക്കാൻ, ആരുമില്ല പറയാം. എന്തൊരവസ്ഥയാ! ഓരോ വീടുകളും എല്ലാവരും ഒരു വീടെന്ന് പറയുന്നത് ജീവിതകാലത്തെ ചിരകാല സ്വപ്നമാണ് ഒരു വീടെന്ന് പറയുന്നത്. അത് എങ്ങനെയും കടവ് മേടിച്ച് ബുദ്ധിമുട്ടി അതുണ്ടാക്കി 2-3 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി അതിൽ കയറി താമസിച്ചപ്പോഴാണ് ഇതുപോലത്തെ ഒരു വലിയ പാറ വന്നത്. അവൻ എല്ലാവരുടെയും വീട് വിണ്ട് കീറി ഒരു ആൾക്കാർ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് വിഷമമുണ്ട്. നമ്മുടെ വീട് ഇങ്ങനെ വിണ്ട് കയറിയിരിക്കുന്നു, എന്തൊരു നാണക്കേടുണ്ട്. നമുക്കിത് പറയാൻ പറ്റുമോ അവരോട്? അപ്പൊ ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണം. നമ്മുടെ പ്രിയപ്പെട്ട MLA 2 പ്രാവശ്യം ഇവരെ വിളിച്ച ഈ കരാറുകാരെ എഞ്ചിനീയർമാരെ എല്ലാം വിളിച്ച് സംസാരിച്ച് എൻ്റെ കയ്യിലുണ്ട് ഈ 23-ാം തീയതി വർക്ക് തീർത്തോളാം എന്ന് പറഞ്ഞ് എഞ്ചിനീയർ ഒപ്പിട്ട കടലാസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അയാളെ കൊണ്ട് ഒപ്പിടിച്ച് മേടിച്ചതാ. പ്രോജക്ട് മാനേജർ ഒപ്പിട്ട് മേടിച്ച ഈ കഴിഞ്ഞ ഡിസംബർ 23-ന് വർക്ക് തീർത്തോളാം എന്ന് പറഞ്ഞത് ഇവര്. എന്നിട്ട് ഇവർ ഉഴപ്പി അടിക്കുക, അങ്ങോട്ട് വിടുക. ലാസ്റ്റ് 5-ാം തീയതി MLA കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ പറഞ്ഞ 5-ാം തീയതി ലാസ്റ്റ് തീർക്കണം, ഇല്ലെങ്കിൽ തടയും, ഞാൻ അതിന് സമരത്തിന് നേതൃത്വം കൊടുക്കും എന്ന് MLA പറഞ്ഞതാണ് തടയുന്നു. അപ്പൊ അവർ ചെയ്തു വെച്ചേക്കാന്ന് പറഞ്ഞതാ.
എന്നിട്ട് ഇവർ 5-ാം തീയതി അവര് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. ഇവരെ ഇവിടുന്ന് വിടാൻ പാടുണ്ടോ? ജനകീയ സമരത്തിന് സമരസമിതി കൺവീനർ ES ജിനീഷ്, മാർട്ടിൻ, സജി ഇരുൾകുന്നുമൽ, സന്തോഷ്, സിസ്റ്റർ ചിന്നമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത കൂടരഞ്ഞി.